ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായി BCCI ഗൗതം ഗംഭീറിനെ നിയമിച്ചത് സീനിയർ താരം വിരാട് കോഹ്ലിയെ അറിയിക്കാതെയെന്ന് റിപ്പോർട്ട്. ഗംഭീറിൻ്റെ നിയമനം പരസ്യമാക്കുന്നതിന് മുൻപ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും ഉപനായകൻ ഹാർദിക് പാണ്ഡ്യയുമായി BCCI ഉപദേശക സമിതി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ മുതിർന്ന താരമെന്ന പരിഗണന നൽകി കോഹ്ലിയെ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിയില്ലെന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരുമായി സംസാരിച്ച ശേഷം മാത്രമേ ഗംഭീറിനെ പരിശീലകനായി BCCI പ്രഖ്യാപിക്കൂവെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ വിരാട് കോഹ്ലിയുമായി BCCI നേതൃത്വമോ ഉപദേശക സമിതിയോ ചർച്ചകൾ നടത്തുകയോ അഭിപ്രായങ്ങൾ ആരായുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബുധനാഴ്ചയാണ് ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി BCCI ഗംഭീറിനെ നിയോഗിച്ചത്. ഇന്ത്യൻ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി IPLലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉപദേഷ്ടാവ് സ്ഥാനം ഗംഭീർ ഒഴിഞ്ഞു. 3 വർഷത്തെ കരാറിലാണ് ഗംഭീറിനെ BCCI നിയോഗിച്ചിരിക്കുന്നത്. സപ്പോർട്ടിംഗ് സ്റ്റാഫിലും മാറ്റങ്ങൾ ഉണ്ടാകും. ഗംഭീറിൻ്റെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും BCCI സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുക. ദക്ഷിണാഫ്രിക്കൻ പേസർ മോണി മോർക്കൽ, ഇന്ത്യയുടെ മുൻ പേസർ സഹീർ ഖാൻ എന്നിവരാണ് ബൗളിംഗ് പരിശീലകനായി ഗംഭീർ ആലോചിക്കുന്നത്.